കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജ് ഓരോ ദിവസവും താഴ്ന്നു പോകുന്നു. ഇതിന് കാരണം സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണെന്ന് വിമർശനമുണ്ട്. വാസ്തവം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിൽ വാസ്തവമുണ്ട്. കാരണം പിണറായി വിജയനെ ഇങ്ങനെ ഒരു വലിയ ഒരു ബിംബമായി അവതരിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നത് സോഷ്യൽ മീഡിയയാണ്. പാർട്ടി സഖാക്കളും അനുയായികളും വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പിണറായി വിജയനെ ഒരു വലിയ അമാനുഷ കഥാപാത്രമോ ലോക വിപ്ലവത്തിൻ്റെ നായകനോ ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നൊരു പ്രയോഗം. ശരിക്കും ഇരട്ടച്ചങ്കൻ എന്നുള്ള പ്രയോഗം എനിക്ക് തോന്നുന്നു രഞ്ജി പണിക്കരുടെ കോൺട്രിബ്യൂഷനാണെന്ന് തോന്നുന്നു. ജോഷിയുടെ സിനിമയായ ലേലം അല്ലേ, രഞ്ജിയാണെന്ന് തോന്നുന്നു എൻ്റെ തിരക്കഥ. ഇരട്ടച്ചങ്കൻ സുരേഷ് ഗോപിയുടെ ചാക്കോച്ചി എന്നുള്ള കഥാപാത്രത്തിന് രഞ്ജി കൊടുത്ത ഒരു ഭാഷ്യമാണ്, ഒരു പേരാണ് ഇരട്ടച്ചക്കൻ ചാക്കോച്ചി. പക്ഷേ അതിപ്പം സുരേഷ് ഗോപിയുടെ പേരിൽ ഓർമ്മിക്കപ്പെടുന്നില്ല. അത് പിണറായി വിജയൻ്റെ പേരിൽ അടിച്ചു മാറ്റിയെടുത്തത് സൈബർ സഖാക്കളാണ്. ഇപ്പോൾ സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞാൽ പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഈ വലിയ തോതിൽ പിണറായി വിജയന് വേണ്ടിയും BS-ൻ്റെ ഒരു വിമത പ്രവർത്തനം ഉണ്ടായിരുന്ന കാലത്തൊക്കെ സോഷ്യൽ മീഡിയ അന്നൊക്കെ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. എന്നാൽ പോലും ആ ഘട്ടത്തിൽ പോലും വലിയ തോതിൽ പിണറായി വിജയന് വേണ്ടിയുള്ള നാരേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അല്ല, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായ സൈബർ പോരാളികൾ. ഏതെങ്കിലും ഒരു എതിർ രാഷ്ട്രീയക്കാരൻ വന്നാൽ അവരെ വെട്ടുകിളി പോലെ ആക്രമിക്കുക, വ്യാജ പ്രചാരണങ്ങൾ വലിയ തോതിൽ നടത്തുക. ഇപ്പോൾ വ്യാജ പ്രചാരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാഫിർ പ്രയോഗം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വലിയ താരമായിരുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. അയാൾ പോരാളി ഷാജി ആവണമെന്നില്ല, കാരണം ഒരു കൂട്ടം അഡ്മിന്മാരുണ്ടാവും. ഒറ്റയ്ക്ക് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നു, ഒരാൾ ഒറ്റയ്ക്കൊന്നും ആയിരിക്കത്തില്ല, ഒന്നിലേറെ അഡ്മിന്മാർ. അതിലൊരു അഡ്മിനെ കിട്ടി. പോരാളി ഷാജിയിലേക്ക് നമ്മളിപ്പോൾ എത്തി. പക്ഷേ ഈ പോരാളി ഷാജിയുടെ ഒരു അവസ്ഥ നോക്കൂ. പോരാളി ഷാജിയെ ഒരു ഘട്ടത്തിൽ പാർട്ടി തള്ളി പറഞ്ഞു. എന്നിട്ട് പോരാളി ഷാജി പോലും ഈ പാർട്ടിക്കാരോട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സഖാക്കളോട് പോയി പണിയെടുത്തിട്ട് തിന്നട എന്ന് പറയുന്നൊരവസ്ഥ കണ്ടു. പിന്നെ പി ജയരാജന് വേണ്ടി PJ ആർമി എന്ന പേരിലുള്ള ഒരു ക്യാമ്പയിൻ. ഇങ്ങനെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ഇമേജ് പിണറായി വിജയനുണ്ടായിരുന്നു, സഖാക്കൾ ഉണ്ടാക്കിയെടുത്ത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയനെ ഈ പറയുന്ന ഗ്രൂപ്പുകൾ അത്ര വലിയ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറഞ്ഞാൽ വലിയ ആക്രമണമായിരുന്നു മുൻകാലം. ഒരു 2 വർഷം മുമ്പ് വരെ ആ സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനെതിരെ ഒരു സംഭവം വന്നാൽ, ഒരു ചാനലിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ പിണറായിക്കെതിരെ പറഞ്ഞാൽ അതിനെ എതിർക്കാനോ അതിനെ ഒന്ന് ലഘൂകരിക്കാനോ അല്ലെങ്കിൽ വാദിച്ചു ജയിക്കാനോ പോലും സഖാക്കളെ അതുപോലെ അങ്ങനെ കിട്ടുന്നില്ല പഴയ പോലെ. കാരണം കുറച്ചൊക്കെ വിമർശനം പിണറായിക്കുമാകാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സഖാക്കൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അതോടൊപ്പം തന്നെ പിണറായി അനുകൂലിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു വെക്കുന്നത് പിണറായി പഴയ പോലെ ഒന്നും പോരാ. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാതെ ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വടിപാടുകൾക്കും കത്തുകൾക്കും ഇടയിലൂടെ പോയ ഒരു പിണറായി വിജയൻ. ഇതൊക്കെ ഒരു വലിയ പ്രയോഗമായിട്ട് മാറ്റിയതിലൊക്കെ ഈ സോഷ്യൽ മീഡിയ സഖാക്കൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു, ഇന്നിപ്പോൾ ഞാൻ സൗത്ത് ലൈവ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ കാണാൻ അറിയാം. അത് ഈ പറഞ്ഞ പോലെ പ്രോ പിണറായി ഒക്കെ ആയിട്ട് നിന്നിരുന്ന ഒരു പോർട്ടലിൽ ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഒരു പ്രതിച്ഛായ, ഒരു വില്ലൻ പ്രതിച്ഛായ ആക്കാൻ ശ്രമം നടക്കുന്നു, അതിൽ പാർട്ടിക്കുള്ളിലും സർക്കാരിലും വലിയ അമർഷമുണ്ട്, ഇതിനൊക്കെ കരു നീക്കുന്നത് പിണറായിയുമായി ബന്ധപ്പെട്ട അകത്തുള്ള ഒരാളാണ്. ആ ഒരാളെന്ന് പറയുന്നത് P ശശിയാണ്. P ശശി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിനൊരു 2 വശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. P ശശി നായനാരുടെ കാലത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്നത്തെ അലിഗേഷൻ എന്ന് പറയുന്നത് P ശശിയും അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരനും ചേർന്നാണ് കേരളം ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം അത് BS പക്ഷക്കാരുണ്ടാക്കിയെടുത്താണ്. ഓർക്കുന്നില്ലേ ഐസ്ക്രീം പാർലർ കേസും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന കല്ലട സുകുമാരനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കുഞ്ഞാലിക്കുട്ടി പ്രതിയായിരുന്നുവെന്നും അത് അഡ്വക്കേറ്റ് ജനറൽ അട്ടിമറിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദങ്ങൾ. പിണറായിയാണ് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. BS ആവട്ടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിരുന്നു, പിണറായിയുടെ സ്റ്റാൻഡിനെതിരായിരുന്നു. ഇങ്ങനെ BS പിണറായി തമ്മിലുള്ള തർക്കങ്ങളുടെ ആക്കവും മൂർച്ചയും കൂട്ടിയത് ഒരുപക്ഷെ ഐസ്ക്രീം പാർലർ കേസും കൂടിയായിരുന്നു. അതൊരു പിണറായി VS യുദ്ധം കൂടിയായിട്ട് മാറി. അതിലും VS പരാജയപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ബിംബം അന്നും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ജേക്കബ് തോമസ് എന്ന് പറയുന്ന IPS ഓഫീസറിനെ അറിയാം. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ നഗരത്തിലെ പ്രമുഖമായ ഒരു ക്ലബ്ബ്
ക്ലബ്ബിൽ പണം വെച്ച് ചീട്ട് കളിക്കുന്നു എന്നൊരു കേസുണ്ടായി. രാമോർമ്മ ക്ലബ്ബ് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, രാമോർമ്മ ക്ലബ്ബ് തന്നെയാണ്. ആ പരാതി കിട്ടിയിട്ട് ജേക്കബ് തോമസിൻ്റെ നേതൃത്വത്തിൽ അവിടെ റെയ്ഡ് നടക്കുന്നു. അവിടെ കുറേ ആളുകൾ പിടിക്കുന്നു. രാത്രിക്ക് രാത്രി അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരൻ ഇടപെട്ട് ഈ പ്രതികളെയൊക്കെ വിട്ടയക്കുന്നു. ഈ പ്രതിയെന്ന് പറയേണ്ട ചീട്ട് കളിച്ചവരെ വിട്ടയക്കുന്നു. വലിയ ഉന്നതന്മാരാണ് അന്ന് ചീട്ട് കളിച്ചത്. പക്ഷേ അന്ന് ജേക്കബ് തോമസിന് യൂണിഫോം പോരേണ്ടി വന്നു. എത്രയോ കാലം അദ്ദേഹം അവസാനം റിട്ടയർമെൻറ്റിന് മുമ്പ് വെട്ടുകത്തി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ MD ആയിട്ടാണ് പാലക്കാട് പോയത്. പിന്നീട് യൂണിഫോം ഇടാനേ പറ്റിയില്ല. ഏത് സർക്കാർ വന്നാലും അദ്ദേഹത്തിന് യൂണിഫോം ഇടാൻ പറ്റിയില്ല. അപ്പോൾ P ശശിയുടെയും MK ദാമോദരൻ്റെയും സ്വാധീനത്തിന് വഴങ്ങിയാണ് ഈ ജേക്കബ് തോമസിനെ പോലെയുള്ള ആളുകൾക്ക് യൂണിഫോം അഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം എത്രയോ UDF സർക്കാരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെ സ്വാധീനമൊക്കെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്താണ്. അതൊരു ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് വന്നാൽ P ശശി അന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. P ശശിക്ക് മുമ്പ് പുത്തലത്ത് ദിനേശൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. MV ജയരാജന് കുറച്ചു കാലത്ത് ചാർജ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ മാറ്റി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കുന്നത്. അപ്പോൾ ഈ MV ജയരാജൻ്റെയും പുത്തലത്ത് ദിനേശൻ്റെയും കാലത്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ. എന്തെല്ലാം അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ വന്നു അല്ലേ? ഒരുപാട് വിവാദങ്ങൾ പിണറായിക്ക് വന്നു. പോലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ തല്ലിക്കൊന്ന കേസുകളുണ്ടായി, കസ്റ്റഡി മരണങ്ങളുണ്ടായി. വൈപ്പിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വേറൊരു ശ്രീജിത്തിനെ അന്വേഷിച്ച് വന്ന പോലീസുകാർ കൊണ്ട് ആള് മാറി കൊന്നു. ആ കേസൊന്നും ആയില്ല. അന്ന് ഇവിടെ ആലുവ റൂറൽ SP ആയിരുന്ന മഹാൻ പിന്നീട് വലിയ പദവിയിലൊക്കെയാണ് റിട്ടയർ ചെയ്ത് ഇപ്പോഴും സുഖമായി പെൻഷൻ വാങ്ങിച്ച് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നൊന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിണറായിയെ ചിത്തയാക്കുന്നത്, പിണറായിയുടെ ഇമേജ് മോശമാക്കുന്നതൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അങ്ങനെയല്ല. പിണറായിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അത് മുഴുവൻ ശശിയുടെ കുഴപ്പമാണ്. ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും ഏത് വീഴ്ച വന്നാലും ഉത്തരവാദി P ശശി ആണ് എന്ന തരത്തിലുള്ളൊരു നാറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പിണറായി വിജയനെ രക്ഷിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ശശി എന്ന് പറയുന്ന ഒരാളോട് CPM-ലുള്ള ഒരു അസൂയ. അറിയാമല്ലോ, ശശിയുമായി ബന്ധപ്പെട്ട് വിവാദമായ ഒരു കേസുണ്ടായി. ഇപ്പോൾ പാർട്ടിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന CKP പത്മനാഭൻ ഇപ്പോൾ വീണ്ടും ആ വിവാദം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ തുറക്കുകയുണ്ടായി. അന്നത്തെ ശശിക്കെതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഏതായാലും ഒരു DYFI നേതാവുമായി ബന്ധപ്പെട്ട ഒരു DYFI പ്രവർത്തകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതോ ഉണ്ടായതോ ആയ നമുക്കറിയില്ല ഒരു വിവാദത്തിൻ്റെ പേരിലാണ് ശശിക്ക് ഒരുപാട് കാലം മാറി നിൽക്കേണ്ടി വന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CP ജയരാജന് മുമ്പ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പിന്നീട് ആ സമയത്ത് ലോ ബിരുദമെടുത്ത് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ശശിയുടെ കാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ മുൻകാലത്ത് വന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിനും പോലീസ് സേനയ്ക്കൊക്കെ ഒരു മുറുക്കം ഉണ്ടായിരുന്നു. ആ മുറുക്കത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത് പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. ഏതായാലും ഈ പറഞ്ഞ പോലെ ശശി തിരിച്ചു വന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. കാരണം ശശി ഇതോടെ ഫിനിഷ്ഡായി എന്ന് കരുതിയ ആളുകളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ ശശി വളരെ പൂർവാധികം ശക്തിയോടെ വളരെ കരുത്തോടെ ശശി തിരിച്ചു വന്നിരിക്കുന്നു. അധികാരത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി ശശി മാറിയിരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള ഒരുപാട് ആളുകൾ CPM-ലും ഉണ്ട്, CPM-ന് പുറത്തുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം വാർത്തകളൊക്കെ വരുന്നത്. അപ്പോൾ ഏതായാലും ഈ സോഷ്യൽ മീഡിയ പിണറായി വിജയനെ കൈവിടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സൗത്ത് ലൈവിൽ ഇപ്പോൾ പറയുന്ന ഈ ലേഖനത്തിൽ പറയുന്ന പല പോസ്റ്റിങ്ങുകൾ ശശിയാണ് നടത്തുന്നത്. ശശിയുടെ ഇപ്പോൾ പോലീസിൽ വലിയ സ്ഥലം മാറ്റം പോന്നിരിക്കുന്നു. പോലീസിൽ മാത്രമല്ല മറ്റ് പല വകുപ്പുകളിലും കൂട്ടസ്ഥലമാറ്റങ്ങൾ, റീപ്ലേസ്മെൻറ്റുകൾ, ചില ആളുകളെ മാറ്റുന്നു, ചിലരെ ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ എക്കാലത്തും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നിശ്ചയമായും നടക്കേണ്ട ഒന്നായിരുന്നു. കാരണം സർക്കാർ IPSകാരെ IASകാരെയൊക്കെ മാറ്റുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. എക്കാലത്തും പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം മാറ്റുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ശശി ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പമാണെന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ ഇതിലൂടെ പിണറായി ഒരു പ്രതിനായകനായി മാറുന്നു എന്നാണ് ഈ സൗത്ത് ലൈവിൻ്റെ ഉൾപ്പെടെയുള്ള ലേഖനത്തിൽ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ശശിയാണ് കുറ്റം പറയുന്നതെങ്കിലും അവർ പറഞ്ഞു വെക്കുന്ന മറ്റൊന്ന് പിണറായിയുടെ ഇപ്പോഴത്തെ ഇമേജ് എന്താണ്? നായകൻ്റെ അല്ല, പ്രതിനായകൻ്റെയാണ്. അത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല, ആളുകളുടെ ഉള്ളിൽ പോലും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വയനാട്ടിൽ പിണറായി പ്രധാനമന്ത്രി പോകുമ്പോൾ ഒരു ചെറിയ കട തുറന്നിരിക്കുന്ന സീൻ കാണുന്നത്. കടയിൽ ഇങ്ങനെ ലെയ്സ് പോലെയുള്ള സാധനമൊക്കെ തൂക്കിയിട്ടാണ് പോലീസുകാരൻ അതിൻ്റെ മുന്നിൽ വടം കെട്ടിയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ തിരിഞ്ഞ്
അങ്ങോട്ട് പുറംതിരിഞ്ഞ് നിൽക്കണമല്ലോ. കാരണം അതെ. പുറത്തുനിന്ന് എന്തിനാണ് പോലീസുകാരെങ്കിലും പ്രധാനമന്ത്രി വരുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സൈഡിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രിയെ നോക്കി എന്നാൽ പുറകെ കൂടെ ആരെങ്കിലും വന്നാൽ അറിയില്ല. അതുകൊണ്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത്, അല്ല ബഹുമാനക്കുറവുകൊണ്ടല്ല. അപ്പോൾ കടയ്ക്ക് നേരെ തിരിഞ്ഞൊരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, കട തുറന്ന് തന്നെ ഇരിക്കുന്നു, കടയ്ക്കകത്ത് ആളിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ നമ്മുടെ നവകേരള യാത്ര പോയപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ, പിണറായി പോകുന്ന വഴിക്കല്ല കടയടയ്ക്കാൻ പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ പ്രധാനമന്ത്രി പോകുമ്പോൾ പോലും കടകൾ അടയ്ക്കേണ്ട, മുന്നിലൊരു പോലീസുകാരനുണ്ടാവും. പക്ഷെ മുഖ്യമന്ത്രി പോകുമ്പോൾ കടകൾ അടയ്ക്കണം. ഇതാണൊരു വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയൊക്കെ പിണറായി ഒരു നായകനിൽ നിന്ന് പ്രതിനായകനിലേക്കായി മാറുന്നത് ഇങ്ങനെ കൂടിയാണ്. സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ആക്കം കൂട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ CPM പരിശോധിക്കേണ്ട ഒരു കാര്യം, സൈബർ ലോകത്ത് CPMനുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെടുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ പതുക്കെ പിണറായി വിരുദ്ധരാകുന്നുണ്ട്, CPM വിരുദ്ധരും ആവുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താതെ പാർട്ടിക്ക് പഴയ പോലെയുള്ള നാറേറ്റീവ്സ് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ജനസംഖ്യയിൽ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരിൽ സോഷ്യൽ മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭൂരിപക്ഷം അവരാണ്. മഹാഭൂരിപക്ഷവും ഇടതുപക്ഷക്കാരുമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ CPMനും പിണറായി വിജയനുമുള്ള മേൽക്കൈ നഷ്ടമാകുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ, സർക്കാരിലെ ചില ആളുകൾ ചെയ്യുന്ന കുഴപ്പങ്ങൾ അവരുടെ പ്രവർത്തികൾ കൊണ്ടാണെങ്കിൽ, പി ശശിയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ വ്യാകുലപ്പെടുകയും സോഷ്യൽ മീഡിയ സൗത്ത് ലൈവോ ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പി ശശി എന്ന് പറയുന്ന ഒരാളാണ് ഈ കുഴപ്പം മുഴുവനെങ്കിൽ CPMന് എത്രയോ ഘടകങ്ങളുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പൊളിറ്റ് ബ്യൂറോയ്ക്ക് മുമ്പ് കേന്ദ്ര കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ CPMനുണ്ട്. വിവിധ തലങ്ങളിലുള്ള കീഴ്ക്കമ്മിറ്റി മുതൽ മേൽ കമ്മിറ്റി വരെ. ഈ കമ്മിറ്റികളൊക്കെ ഇതൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ശശിയെ ഇങ്ങനെ ആക്ഷേപിക്കുക, ശശി മൂലം പിണറായിക്ക് ഒരു പ്രതിച്ഛായ നഷ്ടമുണ്ടാകുന്നു, വില്ലനാകുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ശശി അതീവ കരുത്തനാണ്, പൊളിറ്റ് ബ്യൂറോയെ പോലും മറികടക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും മറികടക്കാൻ കഴിയുന്ന കരുത്തനാണ്. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ പിണറായി ദുർബലനാണെന്ന് വരും. അല്ലെങ്കിൽ പിണറായി എന്തു ചെയ്യാനുള്ള ബ്ലാങ്ക് ചെക്ക് ശശിക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇത് രണ്ടായാലും CPMൻ്റെ ഒരു സംഘടനാ രീതിക്ക് അനുസരിച്ച് അത്ര ശരിയായി വരാൻ സാധ്യതയുള്ളതല്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു പോർട്ടലുകളൊക്കെ എന്തുകൊണ്ട് CPMനെതിരെ, പിണറായിക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് വളരെ കാര്യമായി പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് ഇനിയുള്ള കാലത്ത് ഈ ഒരു നാറേറ്റീവ്സ് ഉണ്ടാക്കാനും ക്യാമ്പയിൻ നടത്താനും തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനും കഴിയില്ല. ഇപ്പോൾ നമുക്ക് നോക്കൂ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ധ്രുവ റാത്തിയെ പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയ, യൂട്യൂബർമാരുടെയൊക്കെ ഇടപെടലുകൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളാണ് ഒരു നിർണായക പങ്ക് വഹിക്കുക എന്നിരിക്കെ CPMൻ്റെ പക്ഷത്ത് നിന്ന മാധ്യമങ്ങൾ കൂടി എന്തുകൊണ്ട് CPM വിരുദ്ധരാകുന്നു എന്നുള്ളത് CPM ആലോചിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.